ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീനാണ്. ഇപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് മീനൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇത് നമ്മുടെ കൊല്ലത്തെ ചൂണ്ട മീനാണ് കേട്ടോ. നല്ല ഫ്രഷ് ചെമ്പല്ലിയാണ്. ഏകദേശം ഒരു 9 കിലോ ഉള്ള ഒരു ചെമ്പല്ലിയാണ്. നമുക്ക് എന്തായാലും ഇത്ര ആവശ്യമില്ല, കുറച്ച് നമുക്ക് അപ്പുറത്തൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇന്ന് നല്ലൊരു കറി ഉണ്ടാക്കാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ചെയ്തു നോക്ക്, ചിലപ്പോൾ പറ്റും. ഇതല്ല, ഇതെൻ്റെ അപ്പുറത്ത് ചാടിക്കടന്നവനാണ് ഞാൻ. ഇതിൻ്റെ കിണിപ്പ് ഒരു ഇതുണ്ട് കേട്ടോ, നമ്മൾ പിടിച്ചാലൊന്നും പിടി കിട്ടത്തില്ല. മുള്ള കേട്ടോ, ഒരെണ്ണം. ഇനി അടുത്തത് ഇതിൻ്റെ ഇതൊക്കെ ആദ്യം അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വളരെ ശ്രമകരമായി എന്നാലും ചെമ്പല്ലി ഒന്ന് കട്ട് ചെയ്തു. ഇപ്പം നോക്കൂ, ഇപ്പോൾ ഈ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലാതെ എനിക്ക് സന്തോഷകരമായെന്ന് പറഞ്ഞതാ പരു, മൂട്ടം പരു ഇട്ടിട്ടുണ്ട്. അതായത് മുട്ട ഇതിന് പറയുന്നത് വേറെ പേരെന്തോ അതിൻ്റെ പനിഞ്ഞിൽ മൂട്ടനാണ്. ഇതൊക്കെ പൊരിച്ചടിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടോ? സൂപ്പർ സാധനം കേട്ടോ. ഇത് ഏതാണ്ട് 2-3 പേർക്ക് കഴിക്കാൻ കാണും ഇത് പൊരിച്ചെടുക്കുമ്പോൾ. അതില്ലേ ഒരുവിധമൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇത്രയും മതിയോ? ഒന്നും കൂടി ഒന്ന് പീസാക്കിത്താ. ഈ ഒന്നും കൂടെ പീസാക്കണോ? നമുക്ക് കറി വെക്കാനുള്ള ഒരു പീസും കൂടെ ആക്കി. നമുക്ക് ഈ തല പ്രത്യേകം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് വെട്ടണ്ടല്ലോ. തലക്കറി ആക്കാം, നമുക്ക് തലക്കറി ആക്കാം. അപ്പം മാന്യ പ്രേക്ഷകർ നല്ല സൂപ്പർ തലക്കറി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കണ്ടു നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ പണ്ട് കൂട്ടുകാർക്കൊക്കെ ചെയ്ത് കൊടുത്തതാണ്. അപ്പം അതൊന്നും ആ വീഡിയോ വരുന്നുണ്ട്, കാണേ. ബാക്കി അതിലേ ചെയ്യും. അങ്ങനെ നമ്മുടെ 9 കിലോ ഉള്ള ചെമ്പല്ലി നമ്മൾ കുറച്ച് പീസൊക്കെ അടുത്തൊക്കെ കൊടുത്തിട്ട് ബാക്കി വന്നൊരു പീസും പിന്നെ ഒരു തലയുണ്ട്. തല നമ്മൾ തലക്കറി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന പീസാണ് ഞാനത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കില്ല ഹോട്ടലിലൊക്കെ തരത്തില്ലേ ഒരു കഷ്ണവും ചാറും, ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചെമ്പല്ലിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് പീസുള്ളത് കൊണ്ട് നമുക്ക് ചട്ടിയിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉരുളിയിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അകത്ത് നിൽക്കരുത് കേട്ടോ, അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം.
ഒരുപാടൊക്കെ മൂപ്പിക്കണ്ട, അത് അടി പിടിക്കും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതേ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. മീൻകറിയുടെ തന്നെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി ഒന്ന് നോക്കണം. ഇവിടെ കൊല്ലത്ത് അങ്ങനെ മീൻ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഫ്രഷ് മീനൊക്കെ കിട്ടും. അപ്പം തീർച്ചയായിട്ടും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്ക് മീനൊക്കെ കൊണ്ടുതരാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴലണം. സവാള നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൊടികളും കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഇത്രയും ഇതിനെടുത്തിട്ടുള്ളത് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 5 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതലിട്ടാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ പൊടികളെടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഓണാക്കിയാലും മതി. ഇനി നമുക്കൊരല്പം ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാൻ പോവുകയാണ്. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ. നല്ല തിളച്ച വെള്ളമല്ല, എന്നാലും ഒരു ചൂടുവെള്ളം, ഇളം ചൂടുള്ള വെള്ളം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് തിളക്കട്ടെ, നന്നായിട്ട് തിളച്ച് വരണം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിഞ്ഞിരുന്നു ഒരു 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മീൻ ഇതിനകത്ത് കിടന്നൊന്ന് വേവണം. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
നമുക്കിത് ചെറിയ തീയിൽ വേണം മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് തിളപ്പിക്കരുത്. ചെറിയ തീയിൽ കിടന്ന് ആ കറിയിൽ കിടന്ന് ആ മീൻ വെന്ത് വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരുപാട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ. നമുക്ക് കുറച്ച് ചാറ് വേണം. ഗ്രേവിയോട് കൂടി തന്നെയാണ് നമുക്ക് ഹോട്ടലിലൊക്കെ അങ്ങനെയല്ലേ തരുന്നത്. ഒരു കഷ്ണവും പിന്നെ കൂടെ കുറേ ചാറ്. അപ്പോൾ കുറച്ച് ചാറോട് കൂടി തന്നെ നമുക്ക് ഈ കറി എടുക്കണം. മീനൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ഗ്രേവി ഉണ്ടാവും. നമുക്ക് ചാറ് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ കറിയാണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കിടിലൻ മീൻകറി ചെമ്പല്ലിക്കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചാറുണ്ട്. നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.